ഒരിക്കൽ കൂടി കാട്ടാന ഭീതി നിറഞ്ഞിരിക്കുകയാണ് മലപ്പുറം വെറ്റിലപ്പാറ കൂരങ്കല്ല് മേഖലയിൽ. ദിവസങ്ങൾക്ക് മുമ്പ് കിണറ്റിൽ വീണ കാട്ടാനയെ കാട്ടിൽ കയറ്റി വിട്ടതിന് ശേഷം കുറച്ചു ദിവസം മേഖല ശാന്തമായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം കാടിറങ്ങിയ കാട്ടാനക്കൂട്ടം വൻതോതിലാണ് മേഖലയിൽ നാശം വിതച്ചത്. ഇത് കൊടുങ്കാറ്റ് നശിപ്പിച്ചതിന്റെ കാഴ്ചകളല്ല, കാട്ടാനക്കൂട്ടം മേഞ്ഞതിന്റെ അവശിഷ്ടങ്ങളാണ്. ചോര വിയർപ്പാക്കി കർഷകർ അധ്വാനിച്ചതാണ് ഇങ്ങനെ ചതഞ്ഞരഞ്ഞു കിടക്കുന്നത്. 10 ദിവസങ്ങൾക്ക് മുൻപാണ് വെറ്റിലപ്പാറ ഓടക്കയം കൂരങ്കല്ലിൽ കാട്ടാന കിണറ്റിൽ വീണത്. ഇതിനുശേഷം കുങ്കിയാനകളെ എത്തിച്ച് പ്രദേശത്ത് പൂർണ്ണമായും പരിശോധന നടത്തുകയും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടെ ക്യാമ്പ് ചെയ്ത് നൈറ്റ് പട്രോളിംഗ് ഉൾപ്പെടെ നടത്തുകയും ചെയ്തിരുന്നു. ഇതോടെ ആനകൾ നാട്ടിലിറങ്ങാതായി. തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തിരിച്ചു പോവുകയും കുങ്കിയാനകളെ തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്തു. എന്നാൽ അതിന് തൊട്ടു പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം പുലർച്ചെ ജെയിംസ് കീമറ്റത്തലിന്റെ കൃഷിയിടം ആനകൾ നശിപ്പിച്ചത്. ആന കിണറ്റിൽ വീണ സ്ഥലത്തു നിന്നും 100 മീറ്റർ മാത്രം മാറിയാണ് കഴിഞ്ഞ ദിവസം ആനകൾ എത്തിയത്. ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരുന്നതിന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഫെൻസിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ എസ്റ്റിമേറ്റ് പൂർത്തിയായി കഴിഞ്ഞു. ഈ മാസം തന്നെ ടെൻഡർ നടപടിയിലേക്ക് കടക്കുമെന്നൊക്കെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനിടയിൽ കഴിഞ്ഞ ദിവസം ഒരു 5 ആനകൾ എത്തി. ഈ ആന കിണറിൽ വീണതിൻ്റെ സമീപത്ത് തന്നെ ഒരു 100 മീറ്റർ വ്യത്യാസത്തിൽ വ്യാപകമായിട്ടുള്ള കൃഷിനാശം വരുത്തിയിരിക്കുകയാണ്. നിലവിൽ കാട്ടാനക്കൂട്ടം വനാതിർത്തിയിൽ തമ്പടിച്ചിരിക്കുകയാണ്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് ആനകളെ തുരത്താനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും കുങ്കി ആനകളെ വീണ്ടും എത്തിച്ച് ആനകളെ ഉൾക്കാട്ടിലേക്ക് കടത്തിവിടാനുള്ള സംവിധാനം ഒരുക്കണമെന്നുമാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്. ഒപ്പം വാഗ്ദാനം ചെയ്ത ഫെൻസിംഗ് അടക്കമുള്ള പ്രവൃത്തികൾ ആരംഭിക്കാനുള്ള നടപടികൾ വേഗം പൂർത്തീകരിക്കണമെന്നും ഇവർ സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്നു. ന്യൂസ് 18 മലപ്പുറം.